നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയുന്നത് വെച്ചാൽ അവിട്ടം ചതയം പുരുരുട്ടാതി നക്ഷത്രം, അതായത് കുംഭക്കൂർ നക്ഷത്രം, ഈ നാളുകളുടെ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. അപ്പം എന്താണെങ്കിലും സന്തോഷാനുഭവങ്ങളാണ്, അതാണ് ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സന്തോഷ അനുഭവങ്ങളാണ് ഈ നാളുകാർക്ക്, ഈ കൂറിൽ ജനിച്ച ഈ രാശിയിലുള്ള ആൾക്കാർക്ക്, ഈ കൂറുകാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷാനുഭവങ്ങളാണ്. അതൊരു ഭാഗ്യമാണ്, ഒരു നല്ല കാര്യമാണ്. സുഖാനുഭവങ്ങൾ, സംതൃപ്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൃഹത്തിൽ അനുഭവിക്കണ അവസ്ഥകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് പ്രധാനമായിട്ട്. തൊഴിൽ രംഗത്താണെങ്കിലും ശകലം അഭിവൃദ്ധി കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലൊക്കെ പല വിധേന ധനം വന്നു ചേരാനും അഭിവൃദ്ധി വരാനൊക്കെ ഉള്ള ചില സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ഈ സമയത്ത്. ഈ നാളുകാരെ ധാരാളം യാത്രകൾക്ക് സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കൊണ്ട് ഗുണം ചെയ്യില്ല എന്നുള്ളൂ. ധാരാളം യാത്ര ചെയ്യേണ്ടെങ്കിൽ തന്നെയും അതുകൊണ്ടൊന്നും നമ്മൾക്ക് ധാരാളം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയാണ്. പിന്നെ അതുകൂടെ തന്നെ പറയുകയാണെങ്കിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാനുള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും മുഖേനയൊക്കെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. തൊഴിൽ മേഖല, തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക്, തൊഴിലില്ലാതെ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലി നോക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും, ജോലി ചേരാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്പം സന്തോഷസ്ഥിതിയും അല്പം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. ദാമ്പത്യത്തിൽ കലഹിച്ചിരുന്ന ആൾക്കാർ, അലോഹ്യമായിട്ടിരുന്ന ആൾക്കാരൊക്കെ ലോഹ്യത്തിലേക്ക് വരും. സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്ന സന്താനങ്ങൾ, അതൊക്കെ നമ്മൾ യോജിക്കാനുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. അതിനൊക്കെ പറ്റിയൊരു സമയമാണ്. അതൊക്കെ ചില ഭാഗ്യാനുഭവങ്ങളാണ്. പിന്നെ ചില ബിസിനസ് സംബന്ധമായിട്ട്, ചില കച്ചവടങ്ങൾ സംബന്ധമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് അല്പം കൂടി അഭിവൃദ്ധി കൂടുതൽ പറയാനുണ്ട്. ഈ സന്ദർഭവും സമയമൊക്കെ അങ്ങനെയുണ്ട്. ചില ബിസിനസ് കച്ചവട കാര്യങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ധാരാളം അഭിവൃദ്ധി ഉണ്ടാവാനും കച്ചവടങ്ങൾ നടക്കാനൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു സങ്കടസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ടും അപഹരിച്ചുകൊണ്ടൊക്കെ പോകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഈ നാളുകാർ, അവിട്ടം ചതയം പുരുരുട്ടായ നാളുകാർ നടത്തുന്ന ബിസിനസ് ശൃംഖലയിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സന്ദർഭവും സമയവും കൂടിയാണിത്. അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണേ. നമുക്കിതൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. തൊഴിലായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് കൂടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുക. ആരും ഒന്നും നമ്മളിന്ന് അപഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ചില തീർത്ഥാടനങ്ങൾക്ക് ഉള്ള ഒരു സാധ്യതയും സമയമൊക്കെയാണ്. ഇപ്പം ചില ക്ഷേത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തീർത്ഥാടനങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഭാഗ്യസ്ഥിതിയുണ്ട് ഈ സമയത്ത്. പിന്നെ ചില സുഖാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥിതിക്കൊക്കെ അല്പം തടസ്സങ്ങൾ വരും. നമുക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സന്ദർഭം സമയമല്ല ഈ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കാലം എന്ന് പറഞ്ഞാൽ. അതിലുപരി ഭാഗ്യാനുഭവങ്ങളില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന് സാധ്യത ഇല്ല എന്നുണ്ടെങ്കിലും ചില സുഖാനുഭവങ്ങൾക്കും ധനപരമായിട്ട് ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും മാർഗേന കിട്ടാനുള്ള പണം കിട്ടുന്ന അവസ്ഥ, അതിൽ തരാൻ മനസ്സ് തോന്നി തരുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഗുണങ്ങളുണ്ട്. അതൊരു ഭാഗ്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ വാഹന ആയിട്ട് ബന്ധപ്പെട്ട് ചില വാഹനങ്ങൾ വാങ്ങിക്കാനും ഉള്ളത് കച്ചവടത്തിൽ കൊടുക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. അതിനൊക്കെ സന്ദർഭങ്ങൾ യോജിച്ച് വരും, മനസ്സ് വരും, ചെയ്യും. അനാവശ്യമായിട്ട് കുറച്ച് ബാധ്യതകൾ വരുത്തി വെക്കും.
അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. ഒരാവശ്യമില്ലാതെ ഈ ഓണം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് വാഹനങ്ങളൊക്കെ മാറി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് പുതിയ ഒരു ബാധ്യതയൊക്കെ വലിച്ചു വെക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഈ നാളുകാർക്ക് അതിന് യോഗ്യം കൂടിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയ സാഹചര്യവും സമയവും സന്ദർഭമൊക്കെയാണ് ഇവർക്ക്. അപ്പോൾ അതൊക്കെ അനാവശ്യമായിട്ടൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ധാരാളം കാലം വെറുതെ നമ്മൾ ബാധ്യതക്കാരാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത മിത്രങ്ങളായിട്ട് ബന്ധു മിത്രങ്ങളായിട്ട് ചില അലോഹ്യങ്ങൾ വരാനും തർക്കസ്ഥിതികൾ വരാനും അതിലേർപ്പെട്ട് നമ്മൾ മോശക്കാരനാവാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ചില തർക്കങ്ങളിൽ നമ്മൾ ഇടനിലക്കാരനാവാനും അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നമ്മൾ പോയി നമ്മൾ ചില രീതിയിലൊക്കെ അപകീർത്തിപ്പെടുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പോവാതിരിക്കുക. ഏറ്റവും അടുത്ത എത്ര അടുത്താണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഒരു അപകീർത്തി വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഈ സമയത്തെ. അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ചില മാനസിക വിഷമതകൾക്കൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് മുഖേന ആവുള്ളൂ, ഈ പറഞ്ഞ അപകീർത്തി മുഖേന ആവുള്ളൂ. പിന്നെ ഈ പറഞ്ഞിട്ട് ബിസിനസ് ശൃംഖലയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അപഹരിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയും ആവാം. അപ്പം അങ്ങനെയൊക്കെ രീതിയിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അല്പം അനുകൂലസ്ഥിതിയാണ്. പുരുഷന്മാർക്കാണ് കൂടുതൽ അനുകൂലം. സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ നാളുകാർ പുരുഷന്മാർക്ക് വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് ഉടനടി വിവാഹമാകാനും നടത്താനും ഉറപ്പിക്കാനൊക്കെ സാധിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഗൃഹനിർമ്മാണം, വീട് വാങ്ങുക, വീട് വയ്ക്കുക, അതിനൊക്കെയുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. അത് ആരംഭിക്കാനും കയറി താമസിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ നാളുകാർക്ക്. ഇത് ചതയം നാളുകാർക്കാണ് അല്പം കൂടി ബുദ്ധിമുട്ട്, ചില ക്ലേശങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അവർക്ക് ധനമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാവും. ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. ചില മിത്രങ്ങളായിട്ട് അലോഹ്യങ്ങളുണ്ടാകും. തൊഴിലായിട്ട് ബന്ധപ്പെട്ടും ചില അലോഹ്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവർക്ക് പൊതുവേ എല്ലാവരുമായിട്ടൊക്കെ അത്ര ലോഹ്യത്തിലാവാനുള്ള ഒരു സാധ്യത ഉള്ള സമയമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രധാനമായിട്ട്. എന്തായാലും വലിയ ദോഷമല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് ഈ ആഴ്ച ഈ നാളുകാർക്ക്, ഈ ഒന്നരാഴ്ചക്കാലം. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. എന്താണെങ്കിലും ചില സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സന്തോഷമായിട്ട് കുടുംബത്തിൽ ഓണാഘോഷിക്കാനൊക്കെ സാധിക്കും. സന്താനങ്ങളൊക്കെ അല്ലെങ്കിൽ കലഹിച്ച് വയ്ക്കുന്ന ആൾക്കാരൊക്കെ അടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഗുണം ചെയ്യും. തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ചില മെച്ചം, ചില ഭാഗ്യം, ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു സ്ഥിതിയാണ്. പിന്നെ അത്ര വലിയ ഭാഗ്യാനുഭവങ്ങളില്ല എങ്കിലും ധനം ഏതെങ്കിലും മുഖേന നമുക്ക് വന്നു ചേരും. കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധി പറയാനുണ്ട്. പിന്നെ അതുകൂട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലൊക്കെ നമുക്ക് അല്പം വിജയസ്ഥിതി കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഗൃഹനിർമ്മാണം മറ്റുള്ളവയ്ക്കൊക്കെ പങ്കുചേരാനും നടത്താനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഗുണസ്ഥിതി ഉണ്ടെങ്കിൽ കൂടി ചില ശാരീരിക ബുദ്ധിമുട്ടുകളും ചില അപകീർത്തി കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ഈ നാളുകാർക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വഴിപാട് കാര്യങ്ങളുണ്ട്. ചില ദോഷങ്ങൾ കൊണ്ടാണ് അവർക്കത് അനുഭവത്തിൽ വരാത്തത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് എവിടെയെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കോളമാലയും ധാരയും കഴിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് ബാലസുത്ത മന്ത്രാർച്ചന, മാല എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളിക്ക് കടുംബായുസം കഴിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. സാധിക്കുന്ന ആൾക്കാർ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ നാളുകാർ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും ഈ വഴിപാട് കൊണ്ടൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഒരാപത്തിന് ചെന്ന് പെടാതെയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസ എല്ലാ നന്മകളും നേരുന്നു. നമ്മുടെ സംരംഭം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ.